കൃഷ്ണ ഗുരുവായൂരപ്പ പുറത്രൈശം. സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. ഭാരതീയ പൈതൃകത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അസാധാരണമാം വിധം അത് പഠിക്കാനും ഗവേഷണം നടത്താനും ജീവിതത്തിൽ ആ സന്ദേശങ്ങൾ പകർത്താനുമെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതീയ സന്ദേശം എന്ന് പറയുമ്പോൾ ഒരു ഗ്രന്ഥത്തിൽ ഒതുങ്ങുന്നതല്ല നമ്മളുടെ പൈതൃക സന്ദേശം. ഒരു ആചാര്യൻ മാത്രം എഴുതിയതല്ല നമ്മളുടെ സന്ദേശം. ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതല്ല ഭാരതീയ പൈതൃക സന്ദേശങ്ങൾ. ആയിരക്കണക്കിന് ഋഷീശ്വരന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളായി ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളിലൂടെ രചിച്ചതും ആചരിച്ചതും സങ്കൽപ്പിച്ചതും പഠിച്ചതും പഠിപ്പിച്ചതും, വീണ്ടും ഒരിക്കൽ കൂടി പറയാം, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, ആയിരക്കണക്കിന് ആചാര്യന്മാർ ആയിരക്കണക്കിന് വർഷങ്ങളായി അവർ രചിക്കുകയും അതുപോലെ ആചരിക്കുകയും ചിന്തിക്കുകയും സങ്കൽപ്പിക്കുകയുമെല്ലാം ചെയ്തത് ഈ 21-ാം നൂറ്റാണ്ടിലെ മാനവരാശിക്ക് ഏറ്റവും അനുയോജ്യമായിരിക്കുമെന്ന് ആദ്യം പറഞ്ഞത് സ്വാമി വിവേകാനന്ദനാണ്. 1893 അദ്ദേഹം അമേരിക്കക്കാരോട് പറയുകയുണ്ടായി, 20th century belongs to you Americans, whereas 21st century belongs to we Indians. 20-ാം നൂറ്റാണ്ട് നിങ്ങൾ അമേരിക്കക്കാരുടേതായിരിക്കുമെന്ന് എനിക്കറിയാം, എന്നാൽ 21-ാം നൂറ്റാണ്ട് ഞങ്ങൾ ഭാരതീയരുടേതാണ്. അത് സത്യമാണ് താനും. യഥാർത്ഥത്തിൽ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ ഭഗവത്ഗീത MBA സിലബസിൻ്റെ ഭാഗമാണ്. മസാച്യൂസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി MITയിൽ സംസ്കൃതം അവിഭാജ്യ ഘടകമാണ്. ടൊറൻഡോ യൂണിവേഴ്സിറ്റിയിലെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിന്ദുയിസമാണ്. മാനിറ്റോബ യൂണിവേഴ്സിറ്റിയിൽ പല ബാച്ചുകളിലായിട്ടാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത്. മാത്രമല്ല 186 യൂണിവേഴ്സിറ്റികളിൽ അമേരിക്കയിൽ ഭഗവത്ഗീത സിലബസിൻ്റെ ഭാഗമാണ്. അമേരിക്കൻ ജനസംഖ്യയിൽ 17 മില്യൺ ജനങ്ങൾ, 1.7 കോടി ജനങ്ങൾ യോഗ അഭ്യസിക്കുന്നു എന്ന് ഇന്നലത്തെ ഹിന്ദു പേപ്പറിലുണ്ട്, ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പേപ്പറിലുണ്ട്. 1.7 കോടി അമേരിക്കക്കാർ ദിവസവും യോഗചര്യ അനുഷ്ഠിക്കുന്നു. 22% അമേരിക്കക്കാർ ഒരൊറ്റ വർഷം കൊണ്ട് വെജിറ്റേറിയൻ ഭക്ഷണത്തിലേക്ക് മാറി. ഇത് ഞാൻ അമേരിക്കയുടെ മാത്രം ഉദാഹരണം എടുത്ത് പറയാൻ കാരണം, ഒരു പക്ഷേ അമേരിക്കയോട് നമുക്കുള്ള പ്രതീക്ഷയും അമേരിക്കയെക്കുറിച്ച് നമുക്കുള്ള ചിന്തയും ഒന്ന് വിശകലനം ചെയ്താൽ നമ്മൾ ധരിക്കാം, ശാസ്ത്രമണ്ഡലത്തിൽ ഏറ്റവും അധികം വികസിച്ചൊരു രാഷ്ട്രത്തിൽ ഭാരതത്തിൻ്റെ ചിന്താധാരയ്ക്ക് എന്ത് സ്ഥാനമാണുള്ളത് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ
ആ രാജ്യത്തെ തന്നെ ഉദാഹരണമായി എടുത്ത് വിവരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അമേരിക്കയിൽ നടന്ന മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഏതാണ്ട് ഇതുപോലെയുള്ള മാറ്റം ലോകത്തിലെല്ലായിടത്തും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്നു. നമ്മുടെ സംഗീതം, നമ്മുടെ നൃത്തം, നമ്മുടെ വേദം, നമ്മുടെ സംസ്കൃതം, നമ്മുടെ വേദഗണിതം, നമ്മുടേതായ ഗണപതി ഹോമം, നമ്മുടേതായ ക്ഷേത്ര ആചാരങ്ങൾ, സംസ്കൃത ഭാഷ, അതുപോലെ തന്നെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, ഈശ്വര സങ്കല്പം, ഇതെല്ലാം ഇന്ന് ലോക ജനത രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് എന്ന വസ്തുത കഴിഞ്ഞ ആഴ്ചത്തെ എല്ലാ പത്രങ്ങളിലും റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് എന്തായിരുന്നു? ഇംഗ്ലണ്ട്, കാനഡ, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഒരു വലിയ സർവേ നടത്തി. പ്രൊഫസർ സാറ എന്ന സ്ത്രീയാണ് നടത്തിയത്. 10,000-കണക്കിന് ആ രാജ്യത്തിലുള്ള ജനങ്ങളെ സാക്ഷി നിർത്തി ചോദിച്ചു, നിങ്ങൾക്ക് കാണാൻ ഏറ്റവും അധികം ആഗ്രഹമുള്ള രാജ്യം ഏതാണ്? 97.4% ജനങ്ങൾ ഉത്തരം നൽകിയത് ഭാരതം എന്നാണ്. 97.4% ജനങ്ങൾ ഭാരതത്തെ ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിച്ചു. 2004 ഭാരതം 12ാം സ്ഥാനത്തായിരുന്നു. 2006 ഭാരതം 4ാം സ്ഥാനത്തായിരുന്നു. 2007 ഭാരതമാണ് ലോകത്തിൽ വെച്ച് കാണാൻ ഏറ്റവും അധികം ആഗ്രഹമുള്ള ഒരു രാഷ്ട്രമെന്ന് പാശ്ചാത്യ ലോകം അടിവരയിട്ട് അംഗീകരിച്ചതിൻ്റെ പുറകിൽ പണ്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതും ഇന്ന് ലോക ജനത തെളിയിച്ചതും ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മളുടെ പൈതൃകം പഠിക്കണം. എന്തിനു പഠിക്കണം? ആത്മാഭിമാനമുണ്ടാകാനായി പഠിക്കണം. ലോക ജനതയുടെ മുമ്പിൽ നമ്മുടെ പൈതൃകം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടി പഠിക്കണം. മാത്രമല്ല, നമുക്ക് അർഹതപ്പെട്ട അംഗീകാരം ലോക ജനതയുടെ മുമ്പിൽ നിന്ന് നേടാൻ വേണ്ടി പഠിക്കണം. ഒന്ന്, ആത്മാഭിമാനമുണ്ടാകാൻ; രണ്ട്, ലോകത്തെ അറിയിക്കാൻ; മൂന്ന്, അംഗീകാരം നേടാൻ വേണ്ടി പഠിക്കണം. ഒരു പക്ഷേ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും, 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സൗത്ത് ആഫ്രിക്കയിൽ T20 ക്രിക്കറ്റ് കളിച്ചപ്പോൾ അവസാന ജംഗ്ഷനിലെത്തിയപ്പോൾ പതുക്കെ ഒന്ന് ബോൾ തട്ടിക്കൊടുത്തപ്പോൾ അത് മുകളിൽ കൂടെ ചെന്ന് അത് ക്യാച്ച് ചെയ്ത് ഭാരതം ജയിച്ചപ്പോൾ അറിയാതെ ബ്രിട്ടീഷ് ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് 5 മില്യൺ പൗണ്ടാണ് ഇന്ത്യൻ കളിക്കാർക്ക് ഓഫർ ചെയ്തത്. ഒന്നുകൂടി ആ വരിയുടെ അർത്ഥം ഞാൻ പറയാം. ആര് തമ്മിലാ ക്രിക്കറ്റ് കളിച്ചത്? ഇന്ത്യയും പാകിസ്ഥാനും. എവിടെയാ കളിച്ചത്? സൗത്ത് ആഫ്രിക്കയിൽ. ഇതിൽ ഇംഗ്ലണ്ടുകാർക്ക് എന്താ ഛേദം? ഒന്നുമില്ല. പിന്നെ എന്തിനാ ഇംഗ്ലണ്ടുകാരെ $5 മില്യൺ തന്നത്? ഈ രാജ്യം ജയിച്ചപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നിയ ആവേശത്തിൻ്റെ ബഹിസ്ഫുരണമാണ് ഈ കളിയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു രാജ്യം 5 മില്യൺ പൗണ്ട് 50 ലക്ഷം പൗണ്ട് ഇൻറ്റു 67 രൂപ എത്രയാണ്? സൗകര്യം മാതിരി കാൽക്കുലേറ്റ് ചെയ്തോളാം. ഇത്രയും എമൗണ്ട് ഇന്ത്യൻ കളിക്കാർക്ക് നൽകേണ്ട കാര്യം എന്തിരിക്കുന്നു? ഒരു ഉത്തരവ് അതിനില്ല. ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ നാട് ഉയരുമ്പോൾ, ഈ നാട് ജയിക്കുമ്പോൾ, ഈ നാട്ടിലുള്ള ചിന്താധാരകൾ ലോകജനത സ്വീകരിക്കുമ്പോൾ ആവേശഭരിതരാവുന്നത് ഭാരതീയർ മാത്രമല്ല, ലോകത്തിലെ എല്ലാ ജനങ്ങളും പ്രത്യക്ഷമായിട്ടോ
പരോക്ഷമായിട്ടോ ആവേശഭരിതരാകുന്നു എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ലോക ജനത ആവേശഭരിതരാകാനും ആഹ്ലാദിക്കാനും അനുമോദിക്കാനും പ്രകീർത്തിക്കാനും മുമ്പോട്ട് വരുമ്പോൾ ആ നാടിൻ്റെ പൈതൃകത്തിൻ്റെ അവകാശികളായ ഞാനും നിങ്ങളും അത് പഠിക്കണോ വേണ്ടയോ, അതറിയണോ വേണ്ടയോ? അതല്ല അന്ധവിശ്വാസത്തിലൂടെ ദുരാചാരത്തിലൂടെ കുറേ തെറ്റിദ്ധാരണകളും വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയാണോ വേണ്ടത്? യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൽ അന്ധവിശ്വാസങ്ങളില്ല. നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിൽ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതായിട്ടൊന്നുമില്ല. കാലക്രമത്തിൽ പലരും ചേർത്തതാണ്, നമ്മളുടെ പൈതൃകത്തിൻ്റെ ഭാഗമല്ല എങ്കിലും പൈതൃകത്തിൻ്റെ ഭാഗമാണെന്ന് ധരിച്ച് അഥവാ ധരിപ്പിച്ച് നമ്മൾ തെറ്റായ വിശ്വാസങ്ങൾ, ദുരാചാരങ്ങൾ, വെറും സങ്കല്പങ്ങളിൽ ചിലത് ഇത് വെച്ച് പുലർത്തിക്കൊണ്ട് നമ്മൾ ജീവിക്കുക. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണോ നമ്മൾ പഠിക്കുന്നത്, എന്താണോ നമ്മൾ ആചരിക്കുന്നത്, എന്താണോ നമ്മൾ പ്രചരിപ്പിക്കുന്നത്, അത് ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വേണം അത് ചെയ്യാൻ. എൻ്റെ മുമ്പിലിരിക്കുന്നവരിൽ ധാരാളം പേര് കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവും, കോൺഗ്രസ്സുകാരുണ്ടാവും, BJPക്കാരുണ്ടാവും, പല പാർട്ടിയിൽപ്പെട്ടവരുണ്ടാവും, പല മതത്തിൽപ്പെട്ടവരുണ്ടാവും, പല വിശ്വാസത്തിൽപ്പെട്ടവരുണ്ടാവും. അതെല്ലാം അവരുടെ സ്വന്തമായിട്ട് നിൽക്കട്ടെ. ഈ രാഷ്ട്രം അവരുടേതാണ്. ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും മധ്യപക്ഷത്തിൻ്റെതുമാണ് ഈ രാഷ്ട്രവും ഈ രാഷ്ട്രത്തിൻ്റെ പൈതൃകവും. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് ഈ നാടിൻ്റെ പൈതൃകം പഠിക്കരുത് എന്ന് പറയാൻ, അല്ലെങ്കിൽ ഈ നാടിൻ്റെ പൈതൃകത്തെ പുച്ഛിക്കണമെന്ന് പറയാൻ ലോകത്തിൽ ആർക്കും അവകാശമില്ല. അതുകൊണ്ട് നിങ്ങൾ ഏത് ചിന്താധാര വെച്ചു പുലർത്തുന്നുവോ അതിൽ തന്നെ തുടരുക. പറ്റുമെങ്കിൽ ഈ പൈതൃകത്തെ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിയും യുക്തിയും ശാസ്ത്രവും ഉപയോഗിച്ച് വിശകലനം ചെയ്യുന്നതിൽ ശരി ഏതെന്ന് നിങ്ങൾക്ക് തോന്നുന്നോ അത് സ്വീകരിക്കുക. ആ ശരിയും ഇന്നത്തെ കാലത്തേക്ക് പ്രയോജനമുള്ളതുമായ അറിവുകൾ ഒരിക്കൽ നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിച്ചാൽ, ഞാൻ വാക്ക് തരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ അസാധാരണമായ മാറ്റമുണ്ടാകും. ആ മാറ്റമുണ്ടാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നത്, അഥവാ നമ്മളുടെ ജീവിതം ധന്യമായ ജീവിതം ആവുന്നത്. അനവധി വിഷയങ്ങളുണ്ട് നമ്മളുടെ പൈതൃകത്തിൽ. കുറച്ചു മുമ്പ് ജീവിതത്തിൽ ആഗ്രഹിച്ചിരുന്നൊരു ഭാഗ്യമായിരുന്നു ആലപ്പുഴയിലെ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കൊരു ക്ലാസ് എടുക്കണമെന്ന്. ഏതാണ്ട് 2 മണിക്കൂർ അവിടുത്തെ ക്ലാസ് എടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് സന്തോഷം തോന്നി. SFIയുടെ യൂണിയനാണ് ഈ ലെക്ചർ അറേഞ്ച് ചെയ്തത്. പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആയിട്ട് വളരെ ഗംഭീരമായിട്ട് അവർ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. എന്നിട്ട് ഞാൻ ഇറങ്ങി മുമ്പോട്ട് വന്നപ്പോൾ 7 വിദ്യാർത്ഥികൾ തല കുനിച്ച് എൻ്റെ കാല് തൊട്ടു. ഡോക്ടർ ഗോപാലകൃഷ്ണനെ നമസ്കരിക്കുന്നതും കാല് തൊടുന്നതും 100% അംഗീകരിക്കാറില്ല. എങ്കിലും മെഡിക്കൽ വിഷയം പഠിക്കുന്ന MBBSലെ 4th ഇയറും 3rd ഇയറും സ്റ്റുഡൻസ്, അതും SFI യൂണിയനിൽ പ്രവർത്തിക്കുന്നവർ, അസാധാരണമാം വിധം അൾട്രാ മോഡേൺ നോളജ് കൈകാര്യം ചെയ്യുന്നവർക്ക് എന്തുകൊണ്ട് തലകുനിക്കണമെന്ന് തോന്നി എന്നാണ് എൻ്റെ മനസ്സെന്നോട് ചോദിച്ചത്. കാരണം നമ്മളുടെ എല്ലാവരുടെയും മനസ്സിനകത്ത്, നമ്മളുടെ എല്ലാവരുടെയും രക്തത്തിൽ
ഈ പൈതൃകമുണ്ട്. അതൊന്ന് ഓർമ്മിപ്പിച്ചാൽ മാത്രം മതി, പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. റിമൈൻഡിങ് ദം what is your inheritance, what is your heritage, just to remind them. ആവേശഭരിതരാകാതിരിക്കില്ല, ഉറപ്പാണ്. കുലിയക്കോട് കൃഷ്ണൻ നായർ പ്രഗത്ഭനായ CPM നേതാവാണ്. അദ്ദേഹം ഒരു ടാക്സി പിടിച്ചു. ഡ്രൈവറോട് പറഞ്ഞു, എനിക്ക് മാവേലിക്കര വരെ പോകണം തിരുവനന്തപുരത്ത് നിന്ന്. ടാക്സി മുമ്പോട്ട് പോയപ്പോൾ ഡ്രൈവറുടെ കയ്യിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ CD ഉണ്ടായിരുന്നു. അയാൾ ആ CD ഇട്ടു. കുറേ കേട്ട് കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ നായർ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കേട്ടപ്പോൾ ഡ്രൈവർ ചോദിച്ചു, സാറിന് ബോറടിക്കുന്നുണ്ടോയെന്ന്. ഏയ് ബോറടിക്കുന്നില്ല, വളരെ രസമുണ്ട്, അത് നിർത്തണ്ട പറഞ്ഞു. മാവേലിക്കര എത്തിയപ്പോൾ ഡ്രൈവർ ചോദിച്ചു, തിരിച്ചു പോകുമ്പോൾ വേറെ ഏതെങ്കിലും ഇടാം അല്ലേ എന്ന്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഏയ് ഇതിവിടെ വെച്ച് തന്നെ നിർത്തിയേക്കാം, ഇതിൻ്റെ തുടർച്ച വേണം തിരിച്ചു പോകുമ്പോൾ ഇടാൻ. അപ്പം ഏത് പാർട്ടി, ഏത് ജാതി, ഏത് മതം, ഏത് വിശ്വാസം, ഇതൊന്നും ഇവിടെ പ്രാധാന്യമുള്ള കാര്യമേ അല്ല, ചർച്ച ചെയ്യേണ്ട വിഷയമേ അല്ല. മറിച്ച് എൻ്റെ അമ്മ അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഞാൻ പറയുകയാണ്, ഇതാണ് എൻ്റെ അമ്മ. ഞാൻ ഏത് പാർട്ടിക്കാരനായാൽ എന്താ പ്രശ്നം? ഇതെൻ്റെ അമ്മയാണ്, അമ്മയാണ് എനിക്ക് ജന്മം നൽകിയത് എന്ന് പറയാൻ ആത്മാഭിമാനമുണ്ടാകണം. പഠിക്കാൻ സാധിക്കുന്നതിലെല്ലാം നിങ്ങളുടെ മുമ്പിലെത്തിക്കാൻ അവസാനത്തെ ശ്വാസം വരെ ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. പഠിക്കാൻ പുസ്തകം തുറന്നു വെച്ച് ഒരുപക്ഷെ ഇതെല്ലാം വായിക്കാനുള്ള പ്രായം കഴിഞ്ഞുപോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ പുസ്തകം തുറന്നു വെക്കേണ്ട കാര്യമില്ല. CD-യോ VCD-യോ ഇട്ട് കട്ടൻ ചായയോ നല്ല ചായയോ കുടിച്ചുകൊണ്ട് കാറ് ഡ്രൈവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുമ്പോഴോ അടുക്കളയിൽ ദോശ ഉണ്ടാക്കുമ്പോഴോ കുളിക്കാൻ പോകുമ്പോഴോ അതൊന്ന് സ്വിച്ച് ഓൺ ചെയ്ത് പറ്റാവുന്നിടത്തോളം സമയം അത് കേൾക്കാനുള്ള അവസരം സ്വയം ഉണ്ടാക്കിയാൽ ഉറപ്പ് തരുന്നു ഗോപാലകൃഷ്ണൻ, ഒറ്റ മാസം കൊണ്ട് ഭാരതീയ പൈതൃകത്തിൻ്റെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അത് നമുക്ക് സാധിക്കണം. അനവധി വിഷയങ്ങളുണ്ട്. അതിലെ ഒരു വിഷയമാണ് ഇന്ന് ഇവിടെ നിങ്ങൾക്ക് ആയി നൽകാൻ ആഗ്രഹിക്കുന്നത്. ചെറിയ നോട്ടീസിലൂടെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഇതിഹാസങ്ങളുടെ നമ്മൾ ജീവിത മൂല്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇതിഹാസത്തിലെ കഥ പറയാനൊന്നുമല്ല എൻ്റെ ഉദ്ദേശം. ചെറിയ ചെറിയ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിൽ തട്ടുന്ന വിധത്തിൽ ഓർമ്മിപ്പിക്കാം. എന്താണ് നമ്മുടെ ഇതിഹാസം, എന്തിനാണത് എഴുതിയത്, എങ്ങനെയാണത് പഠിക്കേണ്ടത്, പഠിച്ചതുകൊണ്ട് എന്തു പ്രയോജനം, 21ാം നൂറ്റാണ്ടിൽ ഈ ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും എഴുതിയ രാമായണവും മഹാഭാരതവും കൊണ്ട് എന്തു പ്രയോജനം എന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പാകത്തിന് നമ്മൾ വളരുക. നമ്മളുടെ മക്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് മനസ്സിലാകുന്ന തരംഗ ദൈർഘ്യത്തിൽ, വേവ് ലെങ്ത്തിൽ അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക. ഇത്ര മാത്രമേ ലക്ഷ്യമുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ ഇതിഹാസം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇതി ഇഹ ആസീത് ഇതി ഇതിഹാസ. ഇപ്രകാരം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് ഇതിഹാസം. ഇതി ഇപ്രകാരം, ഇഹ ഇവിടെ, ആസീത് ഉണ്ടായിരുന്നു, ഇതി അതുകൊണ്ട് അല്ലെങ്കിൽ അപ്രകാരം, ഇതിഹാസ. ഈ ഇതിഹാസം എന്തിനാ എഴുതിയത്? അല്പം ബുദ്ധിമുട്ടുള്ള ഒരു വലിയ ഒരു പാരഗ്രാഫാണ് ഞാൻ പറയുന്നത്. ആലപ്പുഴക്കാരായ സ്ഥിതിക്ക് പുന്നപ്രയിലെയും വയലാറും ഒക്കെ ഉള്ളൊരു ജില്ലയാണല്ലോ, അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ നൽകുകയാണ്. ഭാരതീയ ഗ്രന്ഥങ്ങളിൽ
ആദ്യത്തെ തട്ടിലിരിക്കുന്ന 4 ഗ്രന്ഥ സമൂഹങ്ങളുണ്ട്. ഏറ്റവും മുകളിലിരിക്കുന്ന 4 ഗ്രന്ഥ സമൂഹങ്ങൾ. ആ 4 എണ്ണത്തിൽ ഒന്നാമത്തേത് വേദം, ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. രണ്ടാമത്തേത് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ. ബ്രാഹ്മണരുമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ഇപ്പൊ ശബരിമല തന്ത്രിക്കുള്ള ബന്ധം പോലും അതിനില്ല. ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഗദ്യരൂപത്തില് കർമ്മമാർഗം എഴുതിയിരിക്കുന്നതിനെ പറയുന്ന പേരാണ് ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ. മൂന്നാമത്തേത് ആരണ്യക ഗ്രന്ഥങ്ങൾ. നാലാമത്തേത് ഉപനിഷത്ത്. ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ജീവിതത്തിൽ എന്നും പ്രയോജനപ്പെടും. ഈ 4 എണ്ണത്തിനെ പറയുന്ന പേരാണ് വൈദിക സാഹിത്യം, വൈദിക ഗ്രന്ഥങ്ങൾ. അറിഞ്ഞോ അറിയാതെയോ പലരും ഈ വാക്കുകൾ തെറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളിൽ നിന്ന് ആ തെറ്റുണ്ടാകാതിരിക്കട്ടെ. വേദങ്ങൾ, ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ. അതിൻ്റെ തൊട്ട് താഴെ 6 ഭാഗം വരുന്നുണ്ട്. 6 എണ്ണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയേ ഇല്ല, ഒരെണ്ണം ഒഴികെ. എങ്കിലും ഇന്ന് ആദ്യമായിട്ട് ഒന്ന് കേൾക്കാൻ ശ്രമിക്കാം. ഹിന്ദുക്കളാണല്ലോ നമ്മൾ പലരും. അതുകൊണ്ട് 6 എണ്ണത്തിൽ ഒന്നാമത്തേത് ശിക്ഷാഗ്രന്ഥങ്ങൾ. ശിക്ഷാഗ്രന്ഥം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? വേദം എങ്ങനെ ചൊല്ലണം, അതിൻ്റെ ശ്രുതി എന്ത്, താളമെന്ത് എന്ന് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളുടെ നിയമങ്ങളാണ് ശിക്ഷാഗ്രന്ഥങ്ങൾ. നമ്മൾ പറഞ്ഞു വിചാരിക്കാം, അപ്സുമേ സോമോ അബ്രവേദ യദന്തർവിശ്വാനി ഭേഷജാഃ അഗ്നിഞ്ച വിശ്വശംഭുവം ആപശ്ച വിശ്വഭേഷജീഃ ആപപ്രണീത ഭേഷജം വരൂധം തൻവേ ഏമമാ യോക്ച സൂര്യം ദൃശേ ഇദമാവ പ്രവഹത യത്കിഞ്ച ദുരിതം മയി യദ്വാഹമവിദുദ്രോഹ യദ്വാശ്യേവ ഉതാനൃതം. ഈ ശബ്ദം വരണമെങ്കിൽ ശിക്ഷാഗ്രന്ഥങ്ങൾ നൽകുന്ന നിയമം പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ആള് പഠിച്ചിരിക്കണം. അപ്പൊ ശിക്ഷ. രണ്ടാമത്തേത് നിരുക്തം. എങ്ങനെയാണ് ഓരോ സംസ്കൃത വാക്കുകളും ഉണ്ടായത്? സംസ്കൃത വാക്ക് എങ്ങനെയാ ഉണ്ടായത്? ഹൃദയം. എങ്ങനെയാ വാക്കുണ്ടായത്? ഹൃ അക്സെപ്റ്റിംഗ്, ദ ഗിവിംഗ്, ദദാതി, അയം സർക്കുലേറ്റിംഗ്. ഹൃ അക്സെപ്റ്റിംഗ്, ദ ഗിവിംഗ്. ഹൃ എന്ന് വെച്ചാൽ ആഹരതി ഇതി ഹൃ, ദദാതി ഇതി ദ, അയതി ഇതി അയം. അപ്പൊ ഹൃദയം എന്നുള്ളതിൻ്റെ അർത്ഥം സ്വീകരിക്കുകയും കൊടുക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് ഏതാണോ അതാണ് ഹൃദയം. ആലപ്പുഴയിൽ കടലെപ്പോഴും ഉള്ള സ്ഥലമാണ്. സമുദ്രം. ആ വാക്ക് എങ്ങനെയാ ഉണ്ടായത്? സമാത് ദ്രവതേ ആപഹ ഇതി സമുദ്ര. ഏത് കാലത്തിലും ഒരേ അളവിൽ വെള്ളമുള്ളത് ഏതാണോ അത് സമുദ്രം. ഏത് കാലത്തും ഒരേ അളവിൽ വെള്ളമുള്ളത് ഏതാണോ അത് സമുദ്രം. അന്തരീക്ഷം. അകത്ത് ഗ്രഹങ്ങളെ വെച്ചിരിക്കുന്നത് ഏതാണോ അത് അന്തരീക്ഷം. മേഘം. വെള്ളത്തെ താഴത്തേക്ക് വിടുന്നത്. മുഹ്യതി ഇതി മേഘ. അതുകൊണ്ട് മേഘം. ദിനകരൻ. പെന്തക്കോസ്തിൽ ഒരു ദിനകരനുണ്ട്, അദ്ദേഹമല്ല. ദിനകരൻ. ദിവസത്തെ ഉണ്ടാക്കുന്നവൻ ആരാണോ അത് ദിനകരൻ. അതുപോലെ തന്നെ വളരെയധികം വാക്കുകൾ. പ്രഭാകരൻ. പ്രഭയെ മറ്റു ഗോളങ്ങൾക്ക് നൽകുന്നവൻ ആരാണോ പ്രഭാകരൻ. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. വിഗ്രഹം. വിശേഷേണ ഗ്രാഹയിത്തും യത് ശക്യം തത് വിഗ്രഹ.
വിശേഷ രൂപത്തിൽ ഊർജത്തെ സ്വീകരിച്ച് വികിരണം ചെയ്യാൻ സാധിക്കുന്നതേതാണോ അത് വിഗ്രഹം. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. നാശത്തിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നതേതാണോ അത് ക്ഷേത്രം. ഇതെല്ലാം എവിടെയാ വിവരിച്ചിരിക്കുന്നത്? നിരുക്തത്തില്. ഒന്ന് പുറകോട്ട് പോകാം. വേദഗ്രന്ഥങ്ങൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുക്കൾ. ശിക്ഷ നിരുക്തം. അടുത്തത് വ്യാകരണം, ഗ്രാമർ, സിമ്പിൾ ഗ്രാമർ. എത്ര കേട്ടാലും ദൈവാനുഗ്രഹം കൊണ്ട് മനസ്സിലാവില്ല. അപ്പോൾ ശിക്ഷ, നിരുക്തം, വ്യാകരണം. നാലാമത്തേത് ഛന്ദശാസ്ത്രം. വേദമന്ത്രങ്ങൾ എഴുതിയിരിക്കുന്നത് വളരെ രസകരമാണ്. ചില സൂക്തങ്ങളിൽ ഒരു വരിയിൽ 24 അക്ഷരം, ചില സൂക്തങ്ങളിൽ 28, ചിലതിൽ 32, ചിലതിൽ 36, ചിലതിൽ 40, ചിലത് 44, ചിലത് 48, ചിലത് 52, ചിലത് 56. അപ്പം 24 + 4 + 4 + 4 + 4 + 4, അങ്ങനെ അതിജഗതി ഛന്ദസ്സായ 56 വരെ അക്ഷരങ്ങളുള്ള വേദ മന്ത്ര രചനാ നിയമങ്ങളാണ് ഛന്ദസ്സിൽ എഴുതിയിരിക്കുന്നത്. സാറ് ഇത് പറഞ്ഞ് എങ്ങോട്ടാ പോണേ സാറേ? ഒരു പിടുത്തോ ഇല്ലല്ലോ സാറേ. പേടിക്കേണ്ട, ഇപ്പം ഞാൻ വിഷയത്തിലേക്ക് വരാം. നിങ്ങളെ വേറൊരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോവില്ല. സ്റ്റേജിൽ കയറുമ്പോൾ താഴ്ത്തിറങ്ങി നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ ബോധത്തിലാണ് സ്റ്റേജിൽ നിൽക്കുക. ഇപ്പോൾ ഒരാളെ കോട്ടുവായ വിട്ടുള്ളൂ, അടുത്ത ആൾ കോട്ടുവായ വിടുന്നതിന് മുമ്പ് കറക്റ്റ് വിഷയത്തിലേക്ക് എത്തിയിരിക്കും. ഇങ്ങനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ യഥാർത്ഥത്തിൽ ഇതിഹാസം എന്താണെന്ന് അപ്പോഴേ മനസ്സിലാവുള്ളൂ. അല്ലാതെ വെറുതെ ഞാൻ ഇതിഹാസത്തിലെ കുറേ കഥ പറയാനാണെങ്കിൽ ഗോപാലകൃഷ്ണൻ വരേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ആ വിഷയത്തിലൂടെ പോകുന്നത്. അപ്പം ശിക്ഷ ഗ്രന്ഥങ്ങൾ, നിരുക്ത ഗ്രന്ഥങ്ങൾ, വ്യാകരണം, ഛന്ദശാസ്ത്രം, അടുത്തത് കൽപ്പശാസ്ത്രം. ഇനി ഞാൻ മുമ്പോട്ട് പോവില്ല. കൽപ്പശാസ്ത്രം 5-ാമത്തേത്. 6-ാമത്തേത് നിങ്ങൾ കേട്ടിട്ടുണ്ട്, ജ്യോതിഷം. ഞാൻ 6ലേക്ക് കടക്കുന്നില്ല. കൽപ്പശാസ്ത്രത്തിൽ 4 ഭാഗങ്ങളുള്ളതിൽ ഒന്ന് ധർമ്മശാസ്ത്രം. ഒന്നാണ് ധർമ്മശാസ്ത്രം. ഈ ഭൂമിയിൽ ഒരു വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, ആൻ ഇൻഡിവിജ്വൽ, എ ഫാമിലി, എ സൊസൈറ്റി, എ നേഷൻ, 4 കോമ്പോണന്റുകൾ ധർമാർത്ഥ കാമമോക്ഷത്തിലൂടെ, പുരുഷാർത്ഥങ്ങളിലൂടെ, സത്യം, ധർമ്മം, നീതി, ന്യായം, അതിലൂടെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് വിവരിക്കുന്നത് ധർമ്മശാസ്ത്രത്തിലാണ്. വേദാംഗങ്ങൾ 6 അതിൽ 5-ാമത്തെ കൽപ്പശാസ്ത്രത്തിനകത്ത് ധർമ്മശാസ്ത്രം എന്ന ഭാഗത്തിൽ ഒരു വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം എങ്ങനെ ജീവിക്കണമെന്ന് പദാനുപദം വിവരിച്ചിട്ടുണ്ട്. എന്നെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ധർമ്മശാസ്ത്രം ഒന്ന് വായിച്ചാൽ അക്ഷരാർത്ഥത്തിൽ ഞാൻ പറയുന്നു അത്ഭുത സ്തബ്ധരാകും. ഇന്ന് നിലവിലുള്ള ബാങ്കിങ് സമ്പ്രദായം, ലാൻഡ് മെഷർമെന്റ്, പ്രൊഫഷണൽ ടാക്സ്, ഇൻകം ടാക്സ്, ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ഡോക്യുമെന്റ് റൈറ്റിംഗ് ചാർജ് മുതൽക്ക് വിറ്റ്നസിന്റെ ക്വാളിറ്റീസ് സർവ്വതും പദാനുപദം എഴുതിയിരിക്കുന്ന 29-ൽ പരം ധർമ്മശാസ്ത്രം പരമപവിത്രമായ ഭാരതത്തിലുണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്. ഇപ്പൊ പറഞ്ഞത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് ഈ നാട്ടിൽ എന്തെല്ലാം നിലവിലുണ്ടോ, ഈ ലീഗൽ സമ്പ്രദായം ഉൾപ്പെടെ, ട്രഷറി സമ്പ്രദായം ഉൾപ്പെടെ, സെക്രട്ടറി സമ്പ്രദായം ഉൾപ്പെടെ, പിന്നെ തീരെ ബുദ്ധിയില്ലാത്തവര് IAS-കാരെ ഭരിക്കുന്നത് ഒഴികെ ബാക്കിയെല്ലാം ഇന്നുള്ളത് അന്ന് വേറെ കുറെ കൂടി സത്യം, ധർമ്മം, നീതി, ന്യായമായിട്ട് ഉണ്ടായിരുന്നു. അന്നത്തെ സെക്രട്ടറിക്കും കുറച്ചുകൂടി ക്വാളിറ്റി മന്ത്രിമാർക്കും ഉണ്ടായിരുന്നു. ഇന്ന് മന്ത്രിയാവാൻ ബുദ്ധിസ്ഥിരത പോലും വേണമെന്ന് നിർബന്ധമില്ല. ക്വാളിഫിക്കേഷൻ പോട്ടെ,
ബുദ്ധിസ്ഥിരത പോലും വേണമെന്ന് നിർബന്ധമില്ല 21-ാം നൂറ്റാണ്ടിൽ. പക്ഷെ അന്ന് അങ്ങനെയല്ല. സ്റ്റാർട്ടിംഗ് പോയിന്റ് ബുദ്ധിസ്ഥിരതയാണ്, പിന്നെ ബാക്കി അഡീഷണൽ ക്വാളിഫിക്കേഷൻ. അങ്ങനെ ധർമ്മശാസ്ത്രത്തിൽ സമഗ്രവും സമ്പൂർണവും സംതൃപ്തവും ആയിട്ടുള്ള നിയമാവലികൾ ആത്മീയതയും മതവും ചേരാതെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ എഴുതി വച്ചിട്ടുള്ളതാണ് നമ്മളുടെ ധർമ്മശാസ്ത്രം. എത്രായിരം വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ച ധർമ്മശാസ്ത്രത്തിൽ അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസ് വരുത്തിയത് കൊണ്ടാണ് 29-ൽ പരം ധർമ്മശാസ്ത്രം നമുക്കുണ്ടായത്. ഒന്നുകൂടി പറയാം. അതിപുരാതന കാലത്തുണ്ടായിരുന്ന ധർമ്മശാസ്ത്രം, ആപസ്തംഭ ധർമ്മശാസ്ത്രമുണ്ട്, കാത്യായന ധർമ്മശാസ്ത്രമുണ്ട്, മാനവ ധർമ്മശാസ്ത്രമുണ്ട്, അതുപോലെ തന്നെ വശിഷ്ഠ ധർമ്മശാസ്ത്രം, വ്യാസധർമ്മശാസ്ത്രം തുടങ്ങി 29 ധർമ്മശാസ്ത്രങ്ങൾ ഉള്ളത് ദേശത്തിനും കാലത്തിനും അനുസരിച്ച് അഡീഷൻ, ഡെലീഷൻ, മോഡിഫിക്കേഷൻ ആൻഡ് കറക്ഷൻസ് വരുത്തിയത് കൊണ്ടാണ് ഇത്രയും അധികം ധർമ്മശാസ്ത്രങ്ങൾ നമുക്കുണ്ടായത്. ആ പുസ്തകത്തിനകത്ത് നൽകിയിരിക്കുന്ന ധർമ്മശാസ്ത്രത്തിന് നമ്മൾ എങ്ങനെയാ പേരിടുക? തിയറട്ടിക്കൽ ധർമ്മശാസ്ത്ര എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ SD കോളേജിൽ പോയാൽ, ഇവിടുത്തെ ആലപ്പുഴ കോളേജുണ്ട്, അവിടെ ചെന്നാൽ ഈ ക്ലാസ്സിൽ മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്നു, അവിടെ കെമിസ്ട്രി, അപ്പുറത്ത് ഫിസിക്സ്, അപ്പുറത്ത് ഹിസ്റ്ററിയോ എക്കണോമിക്സോ പഠിപ്പിക്കുന്നു. ഞങ്ങൾക്ക് പുതിയ ബാച്ച് ഞങ്ങൾ തുടങ്ങുകയാണ് എന്ന് അവിടുത്തെ ഒരു പ്രൊഫസർ പറഞ്ഞു എന്ന് വിചാരിക്കുക. ഏതാ സാറേ പുതിയ ബാച്ച്? ഞങ്ങൾക്ക് MSc മാത്തമാറ്റിക്സ് ഉണ്ട്, പുതിയ ബാച്ച് MSc അപ്ലൈഡ് മാത്തമാറ്റിക്സ്, MSc അപ്ലൈഡ് ഫിസിക്സ്, MSc അപ്ലൈഡ് കെമിസ്ട്രി, MSc അപ്ലൈഡ് ബയോകെമിസ്ട്രി. അപ്ലൈഡ് ബയോകെമിസ്ട്രിക്ക് പറയുന്ന പേര് ബയോടെക്നോളജി. അപ്പോൾ കെമിസ്ട്രി ഉണ്ട്, അപ്ലൈഡ് കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, അപ്ലൈഡ് ഫിസിക്സ് ഉള്ളതുപോലെ ധർമ്മശാസ്ത്രമുണ്ട്, അപ്ലൈഡ് ധർമ്മശാസ്ത്ര ഉണ്ട്. ഈ അപ്ലൈഡ് ധർമ്മശാസ്ത്രമാണ് 2 ഇതിഹാസങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള 2 ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് അപ്ലൈഡ് ധർമ്മശാസ്ത്ര ആണ്. റഷ്യക്കാരനായ അതിപ്രഗത്ഭനായ ചരിത്ര പണ്ഡിതൻ മലിനോവിസ്കി എന്നൊരാളുണ്ട്. ഇന്ത്യക്കാരായ സ്ഥിതിക്ക് നിങ്ങൾ റഷ്യക്കാരെ കുറിച്ച് കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്കാരെ കുറിച്ചാണ് നമുക്ക് അറിഞ്ഞുകൂടാത്തത് എന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഈ മലിനോവിസ്കി എന്ന് പറഞ്ഞ ആ ചരിത്രകാരൻ പറഞ്ഞത്, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അനുഭവിച്ചറിയാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതാനുഭവം വായിച്ചും പഠിച്ചും അതിലെ നന്മകൾ നമ്മൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ ഒരു രാഷ്ട്രത്തിന് പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി ശരിയേത് തെറ്റേത് എന്ന് കണ്ടുപിടിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് മറ്റ് രാഷ്ട്രങ്ങളുടെ അനുഭവങ്ങൾ ഈ രാഷ്ട്രങ്ങൾ പങ്കുവെക്കണം എന്ന് പറഞ്ഞത് അതിപ്രഗത്ഭ ചരിത്രകാരനായ റഷ്യക്കാരൻ മലിനോവിസ്കിയാണ്. ഇത് നമുക്ക് എങ്ങനെയാ പ്രയോജനപ്പെടുത്താൻ സാധിക്കുക? അപ്ലൈഡ് ധർമ്മശാസ്ത്രയിൽ ശ്രീരാമൻ്റെ ജീവിതശൈലി, ലക്ഷ്മണൻ്റെ ജീവിതശൈലി, ഭരതൻ്റെ, സീതയുടെ, കൈകേയിയുടെ, മന്ദര ചെയ്തത്, അതുപോലെ തന്നെ മഹാഭാരതത്തിൽ അർജുനൻ, ധൃതരാഷ്ട്രര്, ധർമ്മപുത്രര്, കുന്തി, ഗാന്ധാരി, വിതുരൻ, ഭീഷ്മര്, ദ്രോണര്, ഇവരുടെ ജീവിതശൈലി, ഇവർ പറഞ്ഞത്, ഇവർ ചിന്തിച്ചത്, ഇവർ പ്രവർത്തിച്ചത്, അതിലെ ശരിയേത് തെറ്റേത് എന്ന് ദൂരെ മാറി നിന്ന് നമ്മൾ വിശകലനം ചെയ്ത് അതിലെ ശരിയേതെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇതിഹാസങ്ങൾ എഴുതിയത്. ഇതിഹാസങ്ങളുടെ ലക്ഷ്യം അതിഗംഭീരാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റാറുണ്ട്. എന്താ അബദ്ധം? രാമായണം മൊത്തം വായിച്ചാൽ
ഞാൻ രാമായണം മുഴുവൻ വായിച്ചു കേട്ടോ, എൻ്റെ പാപമൊക്കെ തീർന്നു. അത് കാരണം പാപം തീർന്ന പിന്നെ ഇങ്ങോട്ടാ പോവാ, പിന്നെ പോകുന്നത് സ്വർഗത്തിലേക്കാ എന്ന ധാരണയുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ എനിക്കറിയാൻ സാധിക്കും, നിങ്ങൾ ആരും സ്വർഗത്തിലേക്ക് പോവില്ല. ഇവിടെ നിന്ന് നോക്കിയാൽ എനിക്ക് കാണാം, ഒരൊറ്റ ആൾ സ്വർഗത്തിലേക്ക് പോവില്ല. എന്താ കാരണം? അവിടെ ആകെ 141 സീറ്റേ ഉള്ളൂ. അത് തിരുവനന്തപുരത്തുകാർക്കുള്ളതാണ്. അപ്പോൾ പിന്നെ സ്വർഗത്തിലേക്ക് പോകാനോ പോകാതിരിക്കാനോ വേണ്ടിയല്ല നമ്മൾ ഇതിഹാസം വായിക്കുന്നത്. മറിച്ച് ഈ ഭൂമിയിലെ ജീവിതം സ്വർഗസമാനമാക്കാനാണ് നമ്മൾ ഇതിഹാസം വായിക്കുന്നതും അതിലെ അനുഭവങ്ങൾ മനസ്സിൽ വെക്കുന്നതും. ജീവിത പന്ഥാവിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ആ അനുഭവങ്ങൾ നമ്മൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ ലഘൂകരിക്കാനും അത് സഹായിക്കും. ഇതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ഈ ഒരു വാക്ക് ഓർമ്മിക്കുക. CPA, ഷോർട്ട് ഫോമിലാണ് ഞാൻ പറഞ്ഞത്. CPA, കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്. ഈ ഒരു വാക്ക് ഓർമ്മിക്കണം, നിങ്ങൾക്കത് നിത്യവും പ്രയോജനപ്പെടും. കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസ്. എന്താ ഇതിൻ്റെ അർത്ഥം? എനിക്ക് വളരെയധികം ദുഃഖം വരുന്നു എന്ന് വിചാരിക്കുക, ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ഒരാൾ വന്ന് എൻ്റെ അടുത്ത് പറയുക, എൻ്റെ ഗോപാലകൃഷ്ണ, തൻ്റെ ദുഃഖമൊക്കെ ഇത്ര വലിയ കാര്യമാണോ? മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ ഭൂമിയിൽ വന്ന് 14 വർഷം കാട്ടിൽ കഴിയേണ്ടി വന്നു. തൻ്റെ ജീവിതമായിട്ട് താനതൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തനിക്കില്ലല്ലോ. തനിക്കിപ്പോൾ ലോട്ടറി അടിച്ചില്ലെന്നല്ലേ ഉള്ളൂ. അവിടെ 14 വർഷം മൊബൈൽ ഫോൺ ഇല്ലാതിരുന്ന കാലത്ത്, ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന കാലത്ത്, റോഡ് ഇന്നത്തെ പോലെ ആയിരുന്ന കാലത്ത് 14 വർഷം കാട്ടിൽ ജീവിക്കേണ്ടി വരിക. അതും താനൊന്ന് താരതമ്യം ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ മനസ്സിൽ എന്താ സംഭവിക്കുക? സത്യമാണല്ലോ. ശ്രീരാമനോട് ഭക്തിയുള്ള എൻ്റെ മനസ്സിൽ ഉടനെ പോകുന്നത് ശ്രീരാമൻ്റെ ജീവിതവും എൻ്റെ ജീവിതവും തമ്മിലുള്ള കമ്പാരിസണാണ്. ഇത് മഹാഭാരതത്തിൽ ഒരു സ്ഥലത്തുണ്ട്. കഥ പറയാൻ പോവല്ല. ധർമ്മപുത്രരും പാണ്ഡവരും കരയുക. എന്തിനാ കരഞ്ഞത്? പാഞ്ചാലിയെ കിർമീരനോ ആരോ ഒരു അസുരൻ കട്ടുകൊണ്ടുപോയി എന്ന് തന്നെ വിചാരിക്കുക. പോയോ ഇല്ലയോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല, പോയി എന്ന് തന്നെ അങ്ങോട്ട് വിചാരിക്കാം. അപ്പോൾ ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴാണ് വേദവ്യാസൻ വരുന്നത്. വേദവ്യാസൻ ധർമ്മപുത്രരോട് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? അപ്പം ധർമ്മപുത്രർ പൊട്ടിത്തെറിച്ചോണ്ട് വേദവ്യാസനോട് പറയാ, മുത്തച്ഛൻ അറിയോ, ഞങ്ങൾ സത്യം, ധർമ്മം, നീതി, ന്യായം മാത്രമേ ജീവിതത്തിൽ പകർത്തിയിട്ടുള്ളൂ. എന്നിട്ട് ഞങ്ങൾ അനുഭവിച്ച ദുഃഖവും വേദനയും സഹിക്കാൻ പറ്റുന്നതിലപ്പുറത്താണ്. ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല, ആരുടെയും സ്വത്തെടുത്തിട്ടില്ല, ആരെയും നശിപ്പിച്ചിട്ടില്ല, ഒരു ദുരുദ്ദേശത്തോടു കൂടി ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് എന്തിനാ ഈ ഗതികേട് വന്ന് ഞങ്ങളിത് അനുഭവിക്കേണ്ടി വരിക? ഞങ്ങളുടെ ധർമ്മപത്നിയെ ഒരു അസുരൻ കട്ടുകൊണ്ടുപോയി. ഇത്രയും പറഞ്ഞ് അങ്ങ് ധർമ്മപുത്രർ വിവരണം നിർത്തുക. അപ്പോഴാണ് വേദവ്യാസൻ പറഞ്ഞത്, ഇത്രയേ ഉള്ളോ? ഇത് നിങ്ങളോടെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ദേഷ്യപ്പെടും. ഇതൊന്നും സാരിയില്ല. ഈശ്വരൻ തന്നെ ഭൂമിയിലേക്ക് വന്നപ്പോൾ ആ ഈശ്വരൻ്റെ ഭാര്യയെ അസുരന്മാർ കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. അതിനേക്കാളും വലുതൊന്നും അല്ലല്ലോ നിങ്ങളുടെ ഭാര്യ. ഈശ്വരൻ്റെ ഭാര്യയെ കട്ടുകൊണ്ടുപോയിട്ടുണ്ട്, പിന്നെയാണോ നിങ്ങൾ സാധാരണ മനുഷ്യരുടെ ഭാര്യ? അപ്പം ധർമ്മപുത്രർക്ക് സമാധാനമായി. എന്താ സമാധാനമാവാൻ കാരണം? ഞങ്ങളെപ്പോലെ കുളമായ വേറെ പാർട്ടി ഉണ്ടല്ലോ എന്നുള്ള സമാധാനം. ഏതാ കുളമായ പാർട്ടി? അതാണ് ശ്രീരാമൻ്റെ ഭാര്യ സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈശ്വരൻ്റെ അവതാരമൊന്നുമില്ല, നമ്മൾ ഓർഡിനറി റേഷൻ കാർഡൊക്കെ ഉള്ള, വിസിറ്റിംഗ് കാർഡൊക്കെ ഉള്ള പാർട്ടിയാണ്, അവതാരമൊന്നുമല്ല. അപ്പം ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ശ്രീരാമൻ സീതയെ തിരിച്ചു പിടിച്ച മാതിരി നിങ്ങളും ചെന്ന് തിരിച്ചു പിടിക്കണം. അപ്പോൾ പാണ്ഡവർക്ക് വളരെ സമാധാനമായി. ഇവിടെ എന്താ സംഭവിച്ചത്? ശ്രീരാമൻ്റെ ജീവിതവുമായിട്ട് വേദവ്യാസൻ ധർമ്മപുത്രാദികളോട് ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞു. അവർക്ക് സംഭവിച്ചത് എന്താ? നിങ്ങൾക്ക് സംഭവിച്ചത് എന്ത്? then you attain whatever you have to attain എന്ന് വേദവ്യാസൻ പറഞ്ഞത് ഇംഗ്ലീഷിലല്ല, സംസ്കൃതത്തിലാണ്. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ
കൃത്യമായിട്ട് വേദവ്യാസൻ ഉപദേശിച്ചു. ഇവിടെയാണ് CPA, കമ്പാരറ്റീവ് സൈക്കോളജിക്കൽ അനാലിസിസിന് ഈ ഇതിഹാസ പഠനം നമ്മളെ സഹായിക്കും. ഇനി അടുത്ത പോയിന്റ്, ഇതിഹാസം എവിടെയായി എഴുതിയത്? ആദികാവ്യം 24,000-ൽ പരം ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം ശ്രീരാമനെയും ലക്ഷ്മണനെയും ഭരതനെയും ശത്രുഘ്നെയും അവരുടെ കൂട്ടത്തിലുള്ളവരെയും പച്ച മനുഷ്യരായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. പച്ച മനുഷ്യരെന്ന് പറയുമ്പോൾ മലപ്പുറത്തുകാരൻ നല്ല അർത്ഥം, അങ്ങനെയൊന്നും ധരിച്ചേക്കല്ലേ. അതായത് നമ്മളെപ്പോലെ ഉയരവും പൊക്കവും വണ്ണവും വികാര വിചാരങ്ങളുമുള്ള മനുഷ്യരായിട്ടാണ് വാൽമീകി രാമായണത്തിലെ 24,000-ൽ പരം ശ്ലോകങ്ങളിൽ വാൽമീകി രാമായണം എഴുതിയത്. രണ്ട് ഇതിഹാസത്തിനും ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? എഴുതിയ രണ്ടുപേരും ഇതിഹാസത്തിനകത്തെ കഥാപാത്രങ്ങളാണ്. അർത്ഥം മനസ്സിലായി? വാൽമീകിയുടെ ആശ്രമത്തിലാണ് സീത ലവകുശന്മാർക്ക് ജന്മം നൽകിയത്. ആരാണ് രാമായണത്തിൻ്റെ ഓദർ? രാമായണത്തിൻ്റെ ഓദർ തന്നെ വാൽമീകിയാണ്. ആ വാൽമീകി രാമായണത്തിനകത്തെ കഥാപാത്രമാണ്. മഹാഭാരതത്തിൻ്റെ ഓദർ വേദവ്യാസൻ. മഹാഭാരതം എവിടെ നിന്ന് ആരംഭിക്കുന്നത്? വേദവ്യാസന്റെ മക്കളുടെ മക്കളിൽ നിന്ന് ആരംഭിക്കുന്നു. അല്ലെങ്കിൽ വേദവ്യാസന്റെ മക്കള് പാണ്ഡുവും ധൃതരാഷ്ട്രരിൽ നിന്നും ഇത് ആരംഭിക്കുന്നു. പാണ്ഡു, ധൃതരാഷ്ട്രർ, വിതുരൻ, ഈ 3 പേരിൽ നിന്ന് ആരംഭിക്കുന്നു വേദവ്യാസന്റെ ചരിത്രം. അപ്പൊ രണ്ട് ഇതിഹാസവും മനുഷ്യഗന്ധമുള്ള രണ്ട് ഗ്രന്ഥങ്ങളാണ്. പുരാണങ്ങൾ അങ്ങനെയല്ല. 18 മഹാപുരാണങ്ങളും 18 ഉപപുരാണങ്ങളിലും എഴുതിയ വ്യക്തികൾ അതിനകത്തെ പ്രധാന കഥാപാത്രങ്ങളല്ല, വിവരിക്കുന്നവർ മാത്രമാണ്. എന്നാൽ ഇതിഹാസത്തിൽ എഴുതിയവർ തന്നെ അതിനകത്തെ കഥാപാത്രമാണ്. പിന്നെ വാൽമീകി ഒരു കാരണവശാലും മലയാളിയാണെന്ന് തെറ്റിദ്ധരിച്ചേക്കരുത്. കാരണം മലയാളി ആയിരുന്നെങ്കിൽ ഇത്രയും വലിയ ഗ്രന്ഥമൊന്നും എഴുതാൻ സാധിക്കില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നണത്. അപ്പം പിന്നെ സാറ് എന്തിനാ ഈ ആവശ്യമില്ലാതെ മലയാളിയെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്? നിങ്ങൾക്കറിയാമല്ലോ, വാൽമീകിയുടെ പൂർവാശ്രമം ഒരു കാട്ടാളനായിട്ടായിരുന്നു, രത്നാകരൻ എന്ന കാട്ടാളൻ. ആ രത്നാകരനെ സന്യാസിമാര് കാര്യം ബോധ്യപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹം തപസ്സിന് ചെന്നപ്പോൾ ആ മരം ഈ മരം, ആ മരം ഈ മരം എന്ന് പറഞ്ഞിട്ട് ആ രാമ പറയാൻ പഠിച്ചത് എന്ന് നമ്മളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അന്ന് മലയാളം ഉണ്ടായിരുന്നില്ല, അന്ന് കേരളം ഉണ്ടായിരുന്നില്ല ത്രേതായുഗത്തിൽ. അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം മരം എന്ന വാക്ക് സംസ്കൃതത്തിലില്ല. ആ മരം ഈ മരം എന്നുള്ളതും സംസ്കൃതത്തിലില്ല. പിന്നെ ആരാ ഇത് ഉണ്ടാക്കിയത്? ആരോ ഉണ്ടാക്കി. അങ്ങനെ വേറെ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത്? മാവേലി നാടുവാണിടുങ്കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ആരാ ഉണ്ടാക്കിയത്? ആ. പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ആ. എപ്പോഴാണ് ഉണ്ടാക്കിയത്? അതും ആ തന്നെയാണ് ഉള്ളത്. അത് ശരിയാണോ? ആ. ആരെക്കുറിച്ചാണ് ഉണ്ടാക്കിയത്? ആ. പിന്നെ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നിങ്ങളെന്തിനാ കൂട്ടി യോജിപ്പിച്ചത്? അതും ആ തന്നെയാണ്. ഏതായാലും ആരെ എപ്പോൾ എങ്ങനെ എന്തിനു വേണ്ടി മാവേലി നാടുവാണ് ഇടുങ്കാലം എന്നുണ്ടാക്കി എന്നറിഞ്ഞൂടാ. മാവേലിയെ ചവിട്ടിത്താഴ്ത്തി എന്നാരാ പറഞ്ഞത്? ആ. ഇപ്പം എല്ലാവരും പറയുന്നു. മഹാഭാരതത്തിൽ പറയുന്നുണ്ടോ? ഒരിക്കലും പറയുന്നില്ല. ഭാഗവതത്തിൽ പറയുന്നുണ്ടോ? പറയുന്നില്ല. പിന്നെ ആരാ ഉണ്ടാക്കിയത്? അറിഞ്ഞൂടാ. മഹാബലിക്ക് ഇത്ര കൊടവയറുണ്ടെന്ന് ആരാ പറഞ്ഞത്? ആരോ പറഞ്ഞു, കൊടവയർ എഴുതി. മഹാബലിയുടെ കയ്യിൽ ഓലക്കൊടയാന്ന് ആരാ പറഞ്ഞത്? അതും അറിഞ്ഞൂടാ. മഹാബലിക്ക് പൂണൂലുണ്ടെന്ന് ആരാ പറഞ്ഞത്? അതും അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ മഹാബലിയുടെ ഒരു രൂപം ഉണ്ടായത്? അതും അറിഞ്ഞൂടാ. അപ്പൊ എന്താ സംഭവിച്ചത്? സെർച്ചിങ് ഫോർ ദ ബ്ലാക്ക് കാറ്റ് വിച്ച് ഈസ് നോട്ട് ദർ ഇൻ എ ഡാർക്ക് റൂം. മനസ്സിലായില്ലെന്നല്ലേ ഉള്ളൂ ഇപ്പൊ പറഞ്ഞത്? സെർച്ചിങ് ഫോർ എ ബ്ലാക്ക് കാറ്റ് വിച്ച് ഈസ് നോട്ട് ദർ ഇൻ എ ഡാർക്ക് റൂം. ഇല്ലാത്ത കറുത്ത പൂച്ചയെ ഇരുട്ടുമുറിയിൽ തപ്പുന്ന മാതിരിയാണ് ഈ മഹാബലിയെക്കുറിച്ചുള്ള ഈ കവിത എഴുത്തും ഈ ചരിത്ര പഠനവും. എന്നെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഭാഗവതത്തിൽ അല്ലെങ്കിൽ മഹാഭാരതത്തിൻ്റെ 8-ാം ഭാഗത്തിൽ ഈ മഹാബലിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും, മഹാബലി നല്ല ചക്രവർത്തിയാ, അങ്ങനെ ചവിട്ടിത്താഴ്ത്തിയിട്ടൊന്നുമില്ല.
ആരൊക്കെയോ കെട്ടിച്ചമച്ച സവർണ മൂരാച്ചി ഫാസിസ്റ്റ് വർഗീയ പിന്തിരിപ്പൻ, പിന്നെ മരട് കുണ്ടന്നൂർ തലയോലപ്പറമ്പ് കോഴഞ്ചേരി ആക്കാൻ വേണ്ടി ഈ മഹാബലിയെ ദളിതനാക്കി, മഹാവിഷ്ണുവിനെ വരേണ്യവർഗത്തിൻ്റെ മൂരാച്ചിയാക്കി, അങ്ങേര് കാലെടുത്ത് ഇങ്ങേരുടെ തലയിൽ വെച്ചു നാക്കി. എന്തൊക്കെയാ ആക്കിയത്? ആ ആക്കിയത് ഈ നാട്ടിൽ നിലനിൽക്കാത്തത് കൊണ്ടാണ് കഴിഞ്ഞ വർഷത്തെ ഓണാഘോഷം അടിപൊളി തകൃതിയായിട്ട് നടന്നത്, അത്ര ഗംഭീരമായിട്ട് നടന്നത്. അപ്പോൾ ഓർമ്മിക്കുക, ഞാൻ തിരിച്ചതേ വിഷയത്തിലേക്ക് വരികയാണ്. അതവിടെ നിർത്തിയിട്ട് വാൽമീകി ആ മരം ഈ മരം എന്ന് പറഞ്ഞിട്ടില്ല. വാൽമീകിയെ കൊണ്ട് അങ്ങനെ ആരും പറയിപ്പിച്ചിട്ടും ഇല്ല. അദ്ദേഹം രാമരാമ എന്ന് പറഞ്ഞാലും നമുക്ക് വിരോധമില്ല, പറഞ്ഞില്ലെങ്കിലും നമുക്ക് വിരോധമില്ല. ഒരു കാര്യം ഉറപ്പ്, അത്യുജ്വലമായ രാമായണം ഇന്നലെ അതിപ്രഗത്ഭനായ അമേരിക്കൻ പണ്ഡിതൻ റോബർട്ട് റോഡ്രിക്സ് രാമായണം 6 വോളിയമായിട്ട് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിഗംഭീരം. അതൊന്ന് വായിച്ചു നോക്കേണ്ടതാ. സത്യത്തിൽ നല്ല ഇംഗ്ലീഷ്. ഇത്രയും കാലം ഇംഗ്ലീഷുകാർ ഭാരതീയ ഗ്രന്ഥങ്ങൾ ഇംഗ്ലീഷിലേക്ക് പകർത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കതിലൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. നമ്മുടെ ഗ്രന്ഥങ്ങളെ ഒന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് മതപരിവർത്തനത്തിന് വേണ്ടി സഹായിക്കുക. അതാണ് മാക്സ് മുള്ളർ ചെയ്തത്, അതാണ് ബോർഡൻ ചെയ്തത്, അതാണ് മോണിയർ ചെയ്തത്, അതാണ് വിൽസൺ ചെയ്തത്, അതാണ് മാക്ഡൊണാൾഡ് ചെയ്തത്. പക്ഷെ ഇന്നലെയും ഈ കാലയളവിൽ ചെയ്തത് അതല്ല. അപ്പം നമ്മളുടെ രാമായണം 24,000 ശ്ലോകം വാൽമീകിയാൽ രചിക്കപ്പെട്ടത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമൻ ഒരു മനുഷ്യ രൂപത്തിൽ ഭൂമിയിൽ വന്ന് തൻ്റെ അച്ഛൻ, അമ്മ, ഭാര്യ, അനുജൻ, സഹോദരന്മാര്, തൻ്റെ പ്രജകള്, തൻ്റെ മന്ത്രി, ഇതെല്ലാം മുമ്പിൽ വെച്ച് ഈ ഭൂമിയിൽ ധർമ്മത്തോടുകൂടി എങ്ങനെയാണ് ജീവിച്ചത് എന്ന് വാൽമീകിയുടെ രാമായണത്തിലൂടെ അപ്ലൈഡ് ധർമ്മശാസ്ത്ര ആയിട്ട് നമുക്ക് എഴുതി തന്നിരിക്കുകയാണ് രാമായണം എന്ന ഇതിഹാസം. ഇപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. അപ്പൊ രാമായണം എന്നുള്ളത് എന്താ, അതിൻ്റെ അർത്ഥം എന്നാർക്കെങ്കിലും അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം നമ്മൾ ഇന്ത്യക്കാരാണ്. രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം സിമ്പിളാണ്. ഉത്തരായണം എന്ന് കേട്ടിട്ടുണ്ടോ? സൂര്യൻ വടക്കോട്ട് പോകുന്നതാണ് ഉത്തരയാനം. ഉത്തരം വടക്ക്, യാനം പോക്ക്. ദക്ഷിണയാനം തെക്കോട്ട് ഉള്ള പ്രയാണം, ദക്ഷിണയാനം, ദക്ഷിണായനം. അപ്പൊ രാമയാനം എന്തായിരിക്കും? അത് ഉത്തരയാനം വടക്കോട്ടുള്ള പോക്ക്, ദക്ഷിണയാനം തെക്കോട്ടുള്ള പോക്ക്, രാമയാനം രാമനിലേക്കുള്ള പോക്ക്. നമ്മൾ രാമനിലേക്ക് പോകുന്നതാണ് രാമയാനം. രാമായണം, ഉത്തരായണം, ദക്ഷിണായനം. അപ്പൊ രാമനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തിനാ പോകുന്നത്? രാമൻ ദുഃഖം വന്നപ്പോൾ എന്തു ചെയ്തു? കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്തു? ഭാര്യയോട് എന്തുകൊണ്ട് വരണ്ടെന്ന് പറഞ്ഞു? പിന്നെ എന്തുകൊണ്ട് ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോയി? പിന്നെ എന്തിന് തെക്കോട്ട് വന്നു? എന്തിന് ലങ്ക വരെ പോയി? എന്തുകൊണ്ട് ലങ്ക കീഴടക്കിയില്ല? എന്തുകൊണ്ട് ലങ്കയുടെ അധിപതിയായിട്ട് വിഭീഷണനെ വാഴിച്ചു? എന്തുകൊണ്ട് തിരിച്ചു വന്നു? എന്തുകൊണ്ട് സീതയോട് വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് പോകാൻ പറഞ്ഞു? എന്തുകൊണ്ട് ലവകുശന്മാര് തൻ്റെ കൊട്ടാരത്തിൽ വന്ന് രാമായണം ചൊല്ലിച്ചു? ഈ സപ്തപദങ്ങൾ, അതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കണം. സപ്തപദങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? എളുപ്പത്തിൽ മനസ്സിലാക്കാം. സപ്തസ്വരങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടാവും. എന്താ സപ്തസ്വരം? സാമവേദത്തിലെ 7 മന്ത്രങ്ങളുടെ ആദ്യത്തെ അക്ഷരമാണ്. സാമവേദത്തിലെ 7 മന്ത്രങ്ങളുടെ ആദ്യത്തെ അക്ഷരമാണ് സ, രി, ഗ, മ, പ, ധ, നി. അത് സപ്തസ്വരം. ആദ്യത്തെ മന്ത്രത്തിൻ്റെ ആദ്യത്തെ അക്ഷരം സ, രണ്ടാമത്തെ മന്ത്രത്തിൻ്റെ ആദ്യത്തെ അക്ഷരം രി, മൂന്നാമത്തെ മന്ത്രത്തിൻ്റെ ആദ്യത്തെ അക്ഷരം ഗ. അങ്ങനെ 7 മന്ത്രങ്ങളുടെ ആദ്യത്തെ അക്ഷരമാണ് സപ്തസ്വരം. ഇനി സപ്തപദം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾക്കറിയാൻ എളുപ്പമാണ്. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ.
ഇതാണ് 7 വാക്കുകൾ. സപ്തപദം അത് ഇംഗ്ലീഷിലാണ്. അത് ആരാ എഴുതിയത്? വാൽമീകി അല്ല. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. ഈ 7 വാക്കുകളാണ് നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും അതിലേക്ക് അപ്ലൈ ചെയ്ത് ചോദിക്കേണ്ടത്. ശ്രീരാമൻ, വൈ ശ്രീരാമൻ, what is Sriraman, how is Sriraman, who is Srirama, and to whom Srirama had the relation, how Srirama behaved. ഈ why, what, when, where, who, whom, how ഇത് ശ്രീരാമനോട് അല്ലെങ്കിൽ രാമായണത്തോട് അല്ലെങ്കിൽ ഭാരതത്തോട് അല്ലെങ്കിൽ വ്യാസനോട് അല്ലെങ്കിൽ വിതുരനോട് അല്ലെങ്കിൽ ഗുഹനോട് അല്ലെങ്കിൽ ലക്ഷ്മണനോട് അല്ലെങ്കിൽ ലക്ഷ്മണനെ കുറിച്ച് നമുക്ക് ചോദിക്കാൻ സാധിക്കുമ്പോഴാണ് രാമായണം ആത്മീയതയ്ക്കപ്പുറത്തുള്ള ഉജ്ജ്വലമായ ഒരു ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാവുക. അപ്പം രാമായണത്തിൽ ശ്രീരാമൻ തളരുന്ന ഒരു സ്ഥലമുണ്ട്. എപ്പോഴാ? ശ്രീരാമൻ എല്ലാ ദിവസവും ഏതാണ്ട് 11-12 വയസ്സാവുന്നത് വരെ മോർണിംഗ് വാക്കിന് പോകുമായിരുന്നു ശ്രീബുദ്ധനെ പോലെ. എപ്പോൾ എവിടെ ചെല്ലുമ്പോഴും രോഗം, ദുഃഖം, മരണം, അതുപോലെ തന്നെ ഒരു നിസ്സഹായാവസ്ഥ, ഇത് 4മാണ് ശ്രീരാമൻ എപ്പോഴും കണ്ടിരുന്നത്. രോഗം, ദുഃഖം, മരണം, നിസ്സഹായാവസ്ഥ, ഹെൽപ്ലെസ്നെസ്. ഇത് കണ്ട് തിരിച്ചു വരുന്ന രാമൻ എല്ലാ ദിവസവും ദുഃഖത്തിലായിരിക്കുക. ശ്രീരാമൻ ദുഃഖിതനായിരുന്നു. ഒരു ദിവസം ശ്രീരാമൻ അച്ഛൻ ദശരഥനോട് പറഞ്ഞു, എനിക്ക് ഈ രാജ്യം ഭരിക്കാൻ സാധ്യമല്ല, എനിക്ക് ഈ രാജ്യത്തിൻ്റെ യുവരാജ പദവിയും വേണ്ട, ഭാവിയിൽ രാജാവാകാനും ആഗ്രഹമില്ല. കാരണം ഞാൻ എൻ്റെ ചുറ്റും കാണുന്നത് മുഴുവനും ദുഃഖമാണ് എന്ന് ശ്രീരാമൻ ദുഃഖത്തോടു കൂടി പറഞ്ഞ് ഒരു ദിവസം അക്ഷരാർത്ഥത്തിൽ തളർന്നു വീണു ശ്രീരാമൻ. അന്ന് ദശരഥൻ വസിഷ്ഠനെ വിളിച്ചു പറഞ്ഞു, മഹർഷി, എൻ്റെ മകൻ കുലധർമ്മം അനുസരിച്ച്, ഇക്ഷാകു വംശമനുസരിച്ച്, സൂര്യവംശത്തിൻ്റെ തിയറി അനുസരിച്ച് മൂത്ത മകനാണ് കോസല രാജ്യത്തിൻ്റെ തലസ്ഥാനമായ അയോധ്യയിൽ ഭരണസാരഥ്യം ഏറ്റെടുക്കേണ്ടത്. പക്ഷെ അവനത് സാധ്യമല്ലെന്ന് പറഞ്ഞു. അങ്ങ് അവനെ മാറ്റിയെടുക്കണം. ഓർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ഓർമ്മിക്കുക.